നിങ്ങളുടെ ബർത്ത്ഡേ മന്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് തരം ബെഡ്റൂമാണ് കിട്ടലെന്ന് നോക്കാം. ജനുവരിയിൽ വന്നിട്ടുള്ളത് പുലിയെല്ലാമുള്ള ഒരു ബെഡ്റൂമാണ്. ഫെബ്രുവരിയിലാണെങ്കിൽ നല്ലൊരു TV കൂടെ കിട്ടുന്നുണ്ട്. മാർച്ചിലാണെങ്കിൽ ടെഡി ബിയർ എല്ലാം ഉള്ളതാണ് കിട്ടിയിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഏപ്രിലാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിന് നടുവിലാണ് ബെഡ്റൂം. ഒന്ന് സൂക്ഷിച്ചൊക്കെ കിടക്കണം, താഴേക്ക് വീഴാതെ ഇരുന്നാൽ മതി. മെയിലാണെങ്കിൽ ഫുള്ള് പൂക്കളൊക്കെ ഉള്ളതാണ്, പൂമ്പാറ്റയെ കണ്ടുകൊണ്ട് ഉറങ്ങാം. ജൂണിലാണെങ്കിൽ എല്ലാവരും പേടിക്കുന്ന ഒരു ബെഡ്റൂമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി അറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് മെസ്സിയെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. റൊണാൾഡോനെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെയ്മറിനെ ആണെങ്കിൽ കമന്റ് ചെയ്യുക. ആർക്കാണ് കൂടുതൽ ഫാൻസ് എന്ന് നോക്കാം. ജൂലൈ ആണെങ്കിൽ നല്ല ബെഡ്റൂം തന്നെ കിട്ടിയിട്ടുണ്ട്. ആഗസ്റ്റിൽ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യുന്ന ഒന്നാണ്, നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും കിടക്കുമ്പോൾ. സെപ്റ്റംബർ ആണെങ്കിൽ കുറെ ബുക്കൊക്കെ ഉണ്ട്, പഠിച്ചുകൊണ്ട് ഉറങ്ങാം. ഒക്ടോബർ ആണ് ഇതിലെ നല്ലതെന്ന് തോന്നുന്നു. നവംബർ ആണ് ഇതിലെ മോശം ബെഡ് എന്ന് തോന്നുന്നു. ഡിസംബർ ഫുള്ളും ഗിഫ്റ്റൊക്കെ ആയി കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കിട്ടിയതെന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.